പറയുന്നൊന്ന് കേക്ക് മോളെ. അശി മോളെ, മോളെ നിക്ക് മോളെ, അമ്മ പറയുന്നൊന്ന് കേക്ക്. അശി, അഷിതേ, എന്താ ഇത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? വേണ്ട മോളെ, നീ ഇങ്ങനെ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കരുത്. അതെ, ഇങ്ങനെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോന്നൊന്നും അത്ര നല്ല കാര്യമല്ല. വേണ്ട, ആരും ഒന്നും പറയണ്ട. നിങ്ങൾക്ക് എന്നേക്കാൾ വലുത് ദുർഗയും കിരണുവാ. ആ സ്ഥിതിക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. എന്തിനാ അഷിതേ നിനക്ക് ഇങ്ങനെ ദുർവാശി? തെറ്റ് നിന്റെ ഭാഗത്താന്ന് നിനക്കറിയാലോ. സ്വന്തം ചേച്ചി അതൊന്ന് തിരുത്താൻ നിന്നെ ഒന്ന് ഗുണദോഷിച്ചൊന്ന് കരുതിയാ പോരെ? പൂർണിമേ, പിന്നെയും പിന്നെ ദുർഗ ഇവളുടെ ചേച്ചിയാണെന്ന രീതിയിൽ സംസാരിക്കല്ലേ. എന്റെ മോളെ അടിക്കാനും ഗുണദോഷിക്കാനും ദുർഗയ്ക്ക് ഒരു അവകാശവും അധികാരവും ഇല്ല. നിങ്ങൾ എന്താ എന്റെ ഇങ്ങനെ തുടങ്ങുന്നേ? അഷിതയ്ക്ക് പ്രായവും പക്വതയും കുറവാണെന്നെങ്കിലും വെക്കാം. പക്ഷെ ഇത്രയും ജീവിതാനുഭവം വിവരമുള്ള നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവും? ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാവോ? പിന്നെ ഞാൻ ദേഷ്യപ്പെടാതെ എന്ത് ചെയ്യാനാ? എന്റെ മോൾ ഇവിടെ വല്ലവരും തല്ലുകൊണ്ട് ജീവിക്കുന്ന അറിഞ്ഞ് സന്തോഷിക്കണം. ഇത് ശരിയാവില്ല. ഞാൻ എന്റെ മോളെ കൊണ്ടുപോയിക്കോളാം. അഷി, ഞാൻ നിന്നെ തല്ലിയതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ നിന്നോട് സോറി പറയാം. ഇത്രയും ചെറിയൊരു കാര്യത്തിന് നീ ഇങ്ങനെ വീട് വിട്ടു പോകരുത്. നിർത്തടി, നീ എന്നോട് സംസാരിക്കാൻ വരരുത്. എന്നെ തല്ലിയതല്ല ഇവിടുത്തെ പ്രശ്നം.